വലിയ നോമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ചയായ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗമാണ്. വളരെ ശക്തമായ ഒരു ചിത്രം സുവിശേഷം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുകയാണ്. സമ്പൂർണ്ണ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ, അവൻ ഈശോയുടെ അടുക്കൽ വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ സ്വയം പ്രതിരോധിക്കുന്നില്ല, ഇവിടെ സ്വയം ഒഴികഴിവ് പറയുന്നില്ല, അവൻ ഒളിക്കുന്നുമില്ല. മറിച്ച് ഈശോയുടെ അടുക്കലേക്ക് അവൻ എളിമയോടെ വന്നു ചേരുകയാണ്. ഈശോയുടെ അടുക്കൽ മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ കുഷ്ഠരോഗം സാധാരണ ഒരു രോഗത്തെക്കാൾ എത്രയോ പടി ഭീകരമാണ്. അത് ഭീതിജനകമാണ്, അത് പാപത്തിൻ്റെ പ്രതീകമാണ്. ഒരുവനെ അത് ഒറ്റപ്പെടുത്തുകയും ഒരുപക്ഷെ രൂപഭേദം വരുത്തുകയും പതുക്കെ പതുക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നു. പാപം ഇതുപോലെ തന്നെയാണ്. അത് നമ്മെ അതിരുകളിലേക്ക് തള്ളി മാറ്റുകയും ദൈവവുമായും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധം തകർക്കുകയും ചെയ്യുന്നു. നിശബ്ദമായി നമ്മെ നശിപ്പിക്കുന്നു. പലപ്പോഴും കുഷ്ഠരോഗിയെപ്പോലെ നമ്മൾ അത് നിശബ്ദമായി വഹിക്കുന്നു. എന്നാൽ കുഷ്ഠരോഗി ഇവിടെ എന്താണ് ചെയ്യുന്നത്? വിത്ത് കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ജീസസ്, he comes close to him, taking great risk. അതേ സമൂഹത്തിൻ്റെ വെല്ലുവിളികളെ തൃണവൽഗണിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പൂർണ്ണമായ സമർപ്പണത്തോടെ ഈശോയുടെ അടുക്കിലേക്ക് അവൻ വരികയാണ്. സമൂഹ മനോഭാവത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഈശോവനെ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. കർത്താവിൻ്റെ മനസ്സ് എത്ര വിശാലമാണ്. സമൂഹത്തിൻ്റെ ഭ്രഷ്ട് മറികടന്നുകൊണ്ട് പരിശുദ്ധനായവൻ അശുദ്ധനായവനെ സ്പർശിച്ച് കരുണയാൽ പൊതിഞ്ഞ് അവന് രോഗശാന്തി നൽകുകയാണ്. നോമ്പിൻ്റെ കാതൽ ഹൃദയം ഇതാണ്. ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെക്കാൾ വലുതല്ല ഒരു പാപവും. പക്ഷെ സുഖമാക്കപ്പെടണമെങ്കിൽ നാം എളിമപ്പെടണം, വിനയപ്പെടണം, നമ്മുടെ മുറിവുകളെ കണ്ടെത്തണം, അത് സമ്മതിക്കണം. നമുക്ക് സുഖമാണെന്ന് നടിക്കുന്നത് നിർത്തണം. ഒഴിവുകഴിവുകൾക്ക് പിന്നിൽ ഒളിക്കുന്നത് നാം അവസാനിപ്പിക്കണം. കുഷ്ഠരോഗി ഈശോയോട് പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. അതാണ് കീഴടങ്ങൽ, അതാണ് വിശ്വാസം. ഈശോയുടെ പ്രതികരണം ഒന്നുകൂടി ശ്രദ്ധിക്കാം. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. ദൈവത്തിന് ക്ഷമിക്കാൻ മടിയില്ല. അവൻ ഒരിക്കലും കരുണ വൈകിപ്പിക്കില്ല. കാലതാമസം അതെപ്പോഴും നമ്മുടേത് മാത്രമാണ്. ഈ നോമ്പുകാലത്ത് അകലങ്ങളിലായി മാറി നിൽക്കാതിരിക്കാം. നിങ്ങളുടെ മുറിവുകൾ ഒറ്റയ്ക്ക് ചുമക്കാതിരിക്കാം. മുന്നോട്ട് വരൂ, ഈശോയുടെ പക്കൽ അണയാം. മുട്ടുകുത്തി വിശ്വാസത്തോടെ ഏറ്റുപറയാം. കുഷ്ഠരോഗിയെ തൊട്ട അതേ കൈ നിങ്ങൾക്കായും നീട്ടപ്പെട്ടിരിക്കുന്നു. കുറ്റപ്പെടുത്താനല്ല, ശുദ്ധീകരിക്കാൻ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.